Good morning. Next chapter is common childhood diseases. Diseases and immunity are directly connected. Childhood diseases refer to illness or conditions that primarily affect children during their early years of life, from infancy through adolescence. These diseases can range from mild and self limiting to serious, requiring medical intervention. They can be caused by infections, genetic factors, environmental influences, or other medical conditions. Some childhood diseases are preventable through vaccines, while others may be managed with treatment or require long term care. Lack of immunity always welcome diseases. Even children will be very much easily affected by diseases due to this lack of immunity. ചൈൽഡ്ഹുഡ് എന്ന് പറഞ്ഞ പീരീഡ് തന്നെ നമുക്ക് ഒരുപാട് ചേഞ്ചസും എസ്പെഷ്യലി ഫിസിക്കൽ ചേഞ്ചസ് ഒക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു സമയത്ത് അവർ കുട്ടികളാണ്, ചെറിയ കുട്ടികൾ പുറത്ത് കളിക്കാനുള്ള സാധ്യതകളും വളരെ കൂടുതലാണ്. ഡിസീസസും അവർക്ക് പെട്ടെന്ന് തന്നെ അവരെ അഫക്റ്റ് ചെയ്യുന്നുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ എൻവയോൺമെൻറ്റിലും ഒരുപാട് ജേംസ് ഒക്കെ ഉണ്ട്. അതിൽ അങ്ങനെയും കുട്ടികൾക്ക് അസുഖങ്ങൾ പെട്ടെന്ന് ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. മെയിനായിട്ട് നമുക്ക് വരുന്ന രണ്ട് തരത്തിലുള്ള ഡിസീസസ് ആണ്. കണ്ടാജിയസ് ഡിസീസസ് വിച്ച് സ്പ്രെഡ് ഫ്രം വൺ പേഴ്സൺ ടു അനദർ ത്രൂ കോണ്ടാക്റ്റിലൂടെ ഒരാളിൽ നിന്ന് നമുക്ക് മറ്റൊരാളിലേക്ക് വരുന്നതാണ്. ദീസ് ഡിസീസസ് കോസിങ് ജേംസ് ആർ സ്ട്രോങ് ആൻഡ് സ്പ്രെഡ് ഈസിലി ത്രൂ വേരിയസ് മീഡിയാസ്. പെട്ടെന്ന് തന്നെ നമുക്കത് സ്പ്രെഡ് ചെയ്യുന്നതാണ്. നെക്സ്റ്റ് വൺ ഇൻഫെക്ഷ്യസ് ഡിസീസസ്. This type of diseases which spread through contaminated water, polluted air, food, ഇതിൽ നിന്നൊക്കെയാണ് നമുക്ക് വരുന്നത്. ഇനി ഇൻഫെക്ഷ്യസ് ഡിസീസസിൻ്റെ ആ ഒരു എങ്ങനെയാണിത്, ഏതൊക്കെ മീഡിയയിലൂടെയാണ് ഇത് വരുന്നത് നോക്കാം. പൊല്യൂട്ടഡ് എയറിലൂടെ ഇത് വരുന്നുണ്ട്, മെയിൻ മീഡിയ ആയിട്ട് വരുന്നത്. പിന്നെ നമ്മൾ നല്ല വെള്ളത്തിൽ കണ്ടാമിനേറ്റ് ചെയ്യാത്ത ഫുഡും വാട്ടറിൽ നിന്നും നമുക്കിത് വരാനുള്ള സാധ്യതകളുണ്ട്. അടുത്ത ആനിമൽസ് അല്ലെങ്കിൽ ഇൻസെക്ട്സിലൂടെയും നമുക്കിത് കിട്ടാനുള്ള ചാൻസസ് ഉണ്ട്. ഡേർട്ടി ഹാൻഡും ഫീറ്റും ഒക്കെ ആയിട്ട്, അതായത് കുട്ടികൾ പുറത്തൊക്കെ പോയാലും കൈയും കാലമൊക്കെ കഴുകി വൃത്തികേടായിട്ടുള്ള സാഹചര്യത്തിൽ നിൽക്കുന്നത് കൊണ്ടും നമുക്ക് ഈ അസുഖങ്ങൾ പിടിപെടാൻ വരുന്നുണ്ട്. മെനി ചൈൽഡ്ഹുഡ് ഡിസീസസ് ആർ പ്രിവെൻറ്റബിൾ. ഒരുപാട് ചൈൽഡ്ഹുഡ് ഡിസീസുകൾ, അതായത് കുറേയൊക്കെ നമുക്ക് ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റും പെട്ടെന്നുള്ള ഇൻ്റർവെൻഷനും ഏർലി ഇൻ്റർവെൻഷനിലൂടെയും അതുപോലെ നമ്മൾ വാക്സിനേഷൻസിലൂടെയും അതുപോലെ ഗുഡ് ഹെൽത്ത് പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെയൊക്കെ. റെഗുലർ ചെക്കപ്സും വിത്ത് പീഡിയാട്രീഷ്യൻ, ഇമ്മ്യൂണൈസേഷൻ, ബാലൻസ്ഡ് ഡയറ്റ് ആൻഡ് ഗുഡ് ഹൈജീൻ ക്യാൻ സിഗ്നിഫിക്കൻ്റ്ലി റെഡ്യൂസ് ദ റിസ്ക് ഓഫ് ചൈൽഡ്ഹുഡ് ഡിസീസസ് ആൻഡ് ഹെൽപ്പ് എൻഷുർ ചിൽഡ്രൻ ഗ്രോ അപ്പ് ഹെൽത്തി. നെക്സ്റ്റ് ടോപ്പിക്ക് അതിൽ തന്നെയുള്ളത് കോമൺ ഡിസീസസ് ഇൻ ചിൽഡ്രൻ. എന്തൊക്കെ ഡിസീസസ് ആണ് കോമൺ ആയിട്ട് കുട്ടികൾക്ക് ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. ഡിസെൻട്രി ഉണ്ട്, ഡിഫ്തീരിയ ഉണ്ട്, മലേറിയ ഉണ്ട്, കോളറ, ജോണ്ടിസ്, വൂപ്പിംഗ് കഫ്, പോളിയോ, ടെറ്റനസ്, മീസിൽസ് ആൻഡ് ടൈഫോയിഡ്. ഇതൊക്കെ കോമൺ ആയിട്ട് വരുന്ന ഡിസീസസ് ആണ്. അല്ലെ ഡിസെൻട്രിക്ക് കാരണമാകുന്ന ഡിസീസ് അൺയൂഷ്വൽ പെയിൻ ഇൻ അബ്ഡോമൻ അക്കമ്പനീഡ് ബൈ ലൂസ് മോഷൻ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഈ മോഷനിൽ ബ്ലഡ് വെസൽസ് ഉണ്ടായിരിക്കും. ലോസ് ഓഫ് വാട്ടർ, അതിൻ്റെ കാരണമായിട്ട് നമുക്ക് ഒരുപാട് വെള്ളം നഷ്ടപ്പെടുകയും ഡീഹൈഡ്രേറ്റഡ് ആവുകയും ചെയ്യും. ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു ചെക്കപ്പാണ് നമുക്ക് അത്യാവശ്യമായിട്ട് വരുന്നത്. അതായത് ഡിഫ്തീരിയയും ഇത് നമുക്ക് ത്രോട്ടും അതുപോലെ ഇത് വിൻഡ് പൈപ്പിനെയൊക്കെ ഇത് അഫക്റ്റ് ചെയ്യുന്നതുകൊണ്ടാണ്. ഈ ഒരു ഇത് കൊണ്ടിട്ട് നമുക്ക് ത്രോട്ടിൽ സഫോക്കേഷൻ ഉണ്ടാകാനും അതുപോലെ തന്നെ ഹൈ ടെമ്പറേച്ചർ ഉണ്ടാകാനും ബ്രീത്ത് ചെയ്യാൻ നമുക്ക് ഡിഫിക്കൽട്ടീസ് വരിക, അത് ചിലപ്പോൾ മരണത്തിന് കാരണമാകാൻ ഉള്ളൊരു പ്രോസസ്സും ഇതിന് ഉണ്ട്. പെട്ടെന്ന് ഇത് സ്പ്രെഡ് ചെയ്യാനുള്ള സാധ്യതയുമുണ്ട്. അടുത്തത് മലേറിയയാണ്. ഇത് സിവിയർ ആയിട്ടുള്ള ഹെഡേക്കാണ് ഇതിൻ്റെ ഒരു സിംറ്റം എന്ന് പറയുന്നത്. ഇൻ്റർമിറ്റൻ്റ് ആയിട്ടുള്ള ഫീവർ ഉണ്ടായിരിക്കും, ടയർഡ്നെസ് ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ
മലേറിയ മോസ്കിറ്റോ ബൈറ്റിലൂടെയാണ് പ്രധാനമായിട്ടും വരുന്നത്. കോളറ ഒരു മെയിനായിട്ടുള്ള കാരണങ്ങൾ ഫുഡ് വാട്ടറും നമുക്ക് നല്ലതല്ലാത്ത സാഹചര്യത്തിൽ കഴിക്കുന്നത് കൊണ്ടിട്ടാണ്. അത് നമ്മുടെ സ്മോൾ ഇൻറ്റെസ്റ്റിനെയാണ് ബാധിക്കുന്നത്. വൊമിറ്റിങ്ങും ലൂസ് മോഷൻ ആയിരിക്കും ഇതിൻ്റെ ഒരു സിംറ്റമായിട്ട് പറയുന്നത്. ജോണ്ടിസ് എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ കണ്ണ് ഒരു യെല്ലോ കളറായിട്ട് വരുന്ന ഒരവസ്ഥയാണ്. ഇൻറ്റേർണൽ ഓർഗൻസ് അതിലുണ്ടായിരുന്ന ലിവറിനെയൊക്കെയാണ് ഇത് ബാധിക്കുന്നത്. ഇറ്റ് ഇവൻച്വലി ലീഡ് ടു ഡെത്തിലേക്കും ഇത് ഡെത്തിലേക്ക് ലീഡ് ചെയ്യാവുന്നൊരു അസുഖമാണ്. ദിസ് ഡിസീസ് സ്പ്രെഡ് ത്രൂ ദ excreta of patient. Whooping cough. It affects children below 5 years of age. Continuous cough causes difficulty in breathing. The child becomes weak and vomiting may occur. It's very infectious. Polio. Symptoms are weakness of limbs, sometimes paralysis of whole body. It is caused by virus. The deformity is permanent. Tetanus, otherwise known as lockjaw disease. The germs act on nerve system and stiffness of muscles occur. The muscle spasm make swallowing difficult. The bacteria lives in cow dung, horse dung, etc. Measles. Immunization is very important against measles. It is caused by virus results in cold, cough and fever. Then red patches appear. Typhoid. This disease lasts for 3 or 4 weeks. Headache, body pain, bleeding, loose motion, vomiting, drying up of lips and tongue, etc. are symptoms. It is spread through polluted air and water. ഒരു ടീച്ചർക്ക് ഇത് എപ്പോഴും ഈ കുട്ടികൾക്ക് എന്ത് അസുഖം വരാവുന്നുള്ള ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കണം. അവരുടെ ഹെൽത്തിനെ പറ്റി ടീച്ചർ എപ്പോഴും കോൺഷ്യസ് ആയിരിക്കുകയും ചെയ്യണം. ഡിസീസസ് ഒക്കെ മിക്കപ്പോഴും കുട്ടികൾക്ക് കോമൺ ആയിട്ട് വരുമ്പോൾ ഇപ്പോൾ ഒരാൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് അടുത്ത ആൾക്കും സ്പ്രെഡ് ചെയ്യാനുള്ള ചാൻസസും വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ കുട്ടികളെ നമ്മൾ ഏറ്റവും ക്ലോസ് ആയിട്ട് തന്നെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കണം. പ്രിക്കോഷണറി മെഷേഴ്സ് എടുക്കുകയും വേണം നമ്മൾ.